കണ്ണൂരിൽ റീൽസ് ചിത്രീകരിക്കാൻ റെഡ് ലൈറ്റ് അടിച്ച് ട്രെയിൻ നിർത്തിച്ചു. സംഭവത്തിൽ +2 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു. എറണാകുളം പുനെ എക്സ്പ്രസിനെയാണ് റീൽസ് ചിത്രീകരിക്കുന്നതിന്റെ ഭാഗമായി നിർത്തിച്ചത്. രണ്ടുപേരെയും കണ്ണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. വിവരങ്ങളുമായി ഇപ്പോൾ എം സന്തോഷ് ചേരുന്നു. സന്തോഷ്, ഏതായാലും ഈ കുട്ടികളുടെ റീൽസ് ഭ്രമം അതിരുവിടുന്നു. അതുതന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതെപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? ഈ 2 കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങൾ? ബിജു, ഇന്ന് പുലർച്ചെയായിരുന്നു ഈ സംഭവം. 2 +2 വിദ്യാർത്ഥികളാണ് റീൽസ് ചിത്രീകരിക്കുന്നതിനായി ചുവപ്പ് ലൈറ്റ് കാണിച്ച് ട്രെയിൻ നിർത്തിവെച്ചത്. മാഹിക്കും ഈ തലശ്ശേരി സ്റ്റേഷനും ഇടയിൽ വെച്ചുള്ള സ്ഥലത്തായിരുന്നു ഇത്തരത്തിൽ റീൽ ചിത്രീകരിക്കുന്നതിനായി ഈ വിദ്യാർത്ഥികൾ ട്രെയിൻ നിർത്തിച്ചത്. ഈ ചുവന്ന ലൈറ്റ് ഉയർത്തി കാണിക്കുന്നത് കണ്ട് ട്രെയിൻ നിർത്തുകയായിരുന്നു. അതിന് പിന്നാലെ ഈ ലോക്കോ പൈലറ്റ് പോലീസിനെ വിവരമറിയിച്ചു, റെയിൽവേ പോലീസിനെ വിവരമറിയിച്ചു. റെയിൽവേ പോലീസ് എത്തി പരിശോധന നടത്തി 2 +2 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കണ്ണൂർ റെയിൽവേ പോലീസാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഇത്തരത്തിൽ ഈ റീൽസ് ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് അപകടകരമായ പല കാര്യങ്ങളും പല സ്ഥലത്തും ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ഇത്തരത്തിൽ അതിസാഹസികമായതും അപകടകരവുമായ രീതിയിലുള്ള പല ചിത്രീകരണവുമാണ് നടക്കുന്നത്. അതിന്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിലാണ് ഈ +2 വിദ്യാർത്ഥികൾ ട്രെയിൻ നിർത്തുന്ന സാഹസത്തിലേക്ക്, റീൽ ചിത്രീകരിക്കുന്നതിനായി ട്രെയിൻ തന്നെ നിർത്തിക്കുന്ന സാഹസത്തിലേക്ക് നീങ്ങിയത്. സന്തോഷ്, ഈ 2 കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് അറിയേണ്ടത്. കാരണം ഈ റീൽസ് എന്ന് പറയുന്നത് ഇപ്പം കുട്ടികളുടെ ആകെ ഹരമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് റീൽസ് ചിത്രീകരണത്തിനിടെ കൊക്കയിലേക്ക് വീണുപോയ ചില കുട്ടികൾ, കടലിലേക്ക് വീണു പോകുന്ന കുട്ടികൾ. അതുകൊണ്ടാണ് അതിരുവിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടെന്ന് പറയേണ്ടി വരും ചെയ്തു. ഈ 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്? ഇവിടെ 2 പേരാണ്. ഒരാള് ഈ ട്രെയിൻ ചുവന്ന ലൈറ്റ് കാണിച്ച് ട്രെയിൻ നിർത്തിക്കുകയും രണ്ടാമത്തെ ആൾ മൊബൈൽ ഫോണിൽ ഇത് റീൽസായി ചിത്രീകരിക്കുകയുമായിരുന്നു. 2 പേരാണ് സംഭവ സ്ഥലത്തുണ്ടായത്. റെയിൽവേ പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയാണ് ഇവരെ 2 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ചുവന്ന ലൈറ്റ് കാണിച്ച് ട്രെയിൻ നിർത്തുക, അത് റീൽസായി ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുക, ഇതിനായാണ് ഈ കുട്ടികൾ ഇക്കാര്യം ചെയ്തത്. ഇത് വലിയ കുറ്റമാണ് എന്നറിയില്ലായിരുന്നു എന്നുള്ളതാണ് കുട്ടികൾ പോലീസിനോട് ഈ +2 വിദ്യാർത്ഥികൾ പറയുകയും ചെയ്തത്. പക്ഷേ റെയിൽവേ നിയമം അനുസരിച്ചാണ് ഇവർക്കെതിരെ റെയിൽവേ പോലീസ് കേസെടുക്കുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്തത്. ശരി, എം സന്തോഷാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.